പലരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഒരു സിനിമ. മനുഷ്യ സഹജമായ ചില തെറ്റുകളും അബദ്ധങ്ങളും ഉണ്ടാകും സിനിമയിൽ. അതുപോലെ തന്നെ തിരക്കഥയിൽ ചില ലോജിക്കില്ലായ്മ. മോഹൻലാൽ സിനിമകളിലെ ലോജിക്കില്ലാത്തതും അബദ്ധങ്ങളുമായ സീനുകളെക്കുറിച്ചാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. ിലെ പ്രിയദർശൻ ചിത്രമായ ചെപ്പ് എന്ന സിനിമയിലെ ഈ രംഗത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ പാർട്ടിൽ നാം സംസാരിച്ചത്. സിനിമാ സീനിനകത്തുള്ള പ്രോപ്പർട്ടീസിന്റെ സ്ഥാനമാറ്റങ്ങളാൽ സംഭവിക്കുന്ന നിസ്സാരമായ കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകളെ കുറിച്ച് നാം സംസാരിക്കാറില്ല. എന്നാൽ ആ രംഗത്ത് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ചില സംഗതികളിലെ മാറ്റങ്ങളോ പതാക തലതിരിച്ചു വെച്ചതുപോലെയുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെ നാം സംസാരിക്കാറുണ്ട്. അങ്ങനെയൊന്നാണ് ഈ സീനിൽ നാം കാണുന്നത്. പിന്നിലെ ബ്ലാക്ക് ബോർഡിൽ ആദ്യം എഴുതിയിരിക്കുന്നു, പിന്നീട് ഒരു ആംഗിളിൽ കാണിക്കുമ്പോൾ അവിടെ എഴുത്തില്ല, പിന്നീട് വീണ്ടും ആ എഴുത്ത് തിരിച്ചു വരികയാണ്. ലിയോ ആയിരുന്നു ഇക്കാര്യം ആദ്യമായി കമന്റ് ചെയ്തത്. 1986 ഡെന്നിസ് ജോസഫ് എഴുതി തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് രാജാവിന്റെ മകൻ. ഓഫീസിൽ റെയ്ഡ് നടക്കുമ്പോൾ പണവുമായി രക്ഷപ്പെടുന്ന വിൻസെന്റ് ഗോമസിന്റെ രംഗമാണിത്. മുടിവെച്ചിരിക്കുന്ന കാറിനകത്ത് തയ്യാറായിരിക്കുന്ന ഒരു ഡ്രൈവർ കൂടിയുണ്ട് എന്നതാണ് അത്ഭുതപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ പേർ കമന്റ് ചെയ്ത ഒരു അബദ്ധം ഇതായിരുന്നു. ഞങ്ങൾ ഡമ്മി ഇട്ട് നോക്കും, അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ രീതി. സിനിമ എന്നത് പ്രേക്ഷകരെ കബളിപ്പിക്കലാണ്. ഈ ഒരു രംഗത്ത് മനുഷ്യന് പകരം ഡമ്മിയെ ഉപയോഗിച്ചുകൊണ്ട് പ്രേക്ഷകരെ വഞ്ചിക്കാൻ സാധിച്ചില്ല. അല്ലാതെ യഥാർത്ഥ നടന്മാരെ പൊട്ടിത്തെറിപ്പിക്കാനൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. മനുഷ്യന് പകരം പ്രേക്ഷകർ ഡമ്മി കണ്ടു എന്നതാണ് ഈ രംഗത്തിലെ അബദ്ധമെന്നാണ് പറഞ്ഞത്. എഡിറ്റിംഗിൽ 1-2 ഫ്രെയിം കൂടി കട്ട് ചെയ്തിരുന്നെങ്കിൽ അത് കാണില്ലായിരുന്നു. അവിടെ എഡിറ്റർക്ക് പറ്റിയ ഒരു അബദ്ധമായിരിക്കാം. 1999 ഭദ്രൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് ഒളിമ്പ്യൻ അന്തോണി ആദം. ചിത്രത്തിൽ നാസർ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ചിത്രം വരക്കുന്ന ഒരു രംഗമാണിത്. ആദ്യം വരച്ച ചിത്രമായിരുന്നില്ല ഫാക്സായി പുറത്തു വന്നത്. രണ്ടും ഏറെ വ്യത്യാസമുള്ള ചിത്രങ്ങളാണ്. പക്ഷേ വീണ്ടും പോലീസ് ആ ചിത്രമെടുത്ത് കമ്പ്യൂട്ടറിൽ കാണിക്കുമ്പോൾ അത് ആദ്യം വരച്ച ചിത്രമായി തന്നെ മാറുകയും ചെയ്യുന്നുണ്ട്. വാൾട്ട് ഡിസ്നിയോട് ഗുഡ് ബൈ പറഞ്ഞ് തിരികെ ഫ്ലൈറ്റ് പിടിക്കാൻ മനസ്സ് കൊതിക്കും. 2015 എം പത്മകുമാർ സംവിധാനം ചെയ്ത് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച കനൽ എന്ന സിനിമയിലും ഇതേ മിസ്റ്റേക്ക് കാണാം. എന്നിട്ട് സമാധാനായിട്ട് വന്നാൽ മതി. ഇവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഡോക്ടേഴ്സിന്റെ ഒരു പട തന്നെയുണ്ട്. പിന്നെന്തിനാ പേടിക്കുന്നത്? മോഹൻലാൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പ് തന്നെ അപ്പുറത്തുള്ളയാൾ മുഴുവനായും കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ക്യാമറ എവിടെയായിരിക്കും വെച്ചിട്ടുണ്ടാവുക? 1989 പ്രിയദർശൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് വന്ദനം. ചേസിനിടെ വെടിയേറ്റ് തകർന്നു പോകുന്ന നെടുമുടി വേണുവിന്റെ കാറിന്റെ ചില്ലുകൾ അടുത്ത ഷോട്ടിൽ തന്നെ പുനർജനിക്കുന്നത് നമുക്കവിടെ കാണാം. നെടുമുടി വേണു പൊട്ടിയ കുപ്പി കൊണ്ട് ജനാർദ്ദനന്റെ വയറ്റിൽ കുത്തുമ്പോൾ മുഖത്തേക്ക് ഒരു ബക്കറ്റ് രക്തം ആരാണ് ഒഴിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ്. 16-ാം നൂറ്റാണ്ടിലെ കഥ പറഞ്ഞ മരക്കാർ സിനിമയിൽ ഇന്നസെന്റ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ കയ്യിലും ഇതുപോലെ തന്നെ BCG വാക്സിൻ എടുത്തതിന്റെ അടയാളം കാണാം. ഒരു പിടി നെല്ല് കിട്ടുന്നു വിചാരിച്ച് ആരും ഇവിടെ നിൽക്കണ്ട. 1921 കണ്ടെത്തിയ വാക്സിൻ 16-ാം നൂറ്റാണ്ടിലും എത്തിയിരിക്കുന്നു. 2001 കാക്കക്കുയിലും ഇതുപോലൊരു മാജിക് ജഗതി കാണിക്കുന്നുണ്ട്. ആരാടി വാഴലിന്റെ പുറകില്? നീ ചമ്മട വായരാ.
ഒരു സൈഡിൽ നിന്ന് കാണിക്കുമ്പോൾ ജഗതിയുടെ കയ്യിൽ ജ്യൂസ് ഉണ്ട്, മറു സൈഡിൽ നിന്ന് കാണിക്കുമ്പോൾ ജഗതിയുടെ കയ്യിൽ ജ്യൂസ് ഇല്ല. 1987 മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് 20-ാം നൂറ്റാണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കാറിന്റെ നമ്പർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം കാണിക്കുന്നത് 4600, പിന്നീട് വീണ്ടും കാണിക്കുന്നത് 4500. കാറിന്റെ സ്റ്റിക്കർ മാറ്റുന്ന രംഗങ്ങളുണ്ടെങ്കിലും നമ്പർ മാറ്റുന്ന രംഗങ്ങൾ സിനിമയിലില്ല. 1992 മോഹൻലാൽ ചിത്രമാണ് വിയറ്റ്നാം കോളനി. ഇത് സാമിയുടെ കറി, ഇത് എന്റെ കറി. അതെ, തനിക്കൊരു കറി എനിക്കൊരു കറി. സാമിക്ക് സാമ്പാർ, പുളിശ്ശേരി, എലിശ്ശേരി, പപ്പടം, എനിക്ക് ചിക്കൻ കറി. ജന്തുക്കളെ കൊന്നതും വേവിച്ചതൊക്കെ വാങ്ങിച്ചോണ്ട് ഇതിനകത്ത് വരാൻ. സാമി ഇത് എനിക്ക് തിന്നാൻ വേണ്ടി ശവം തിന്ന് വിശപ്പടക്കണ്ട, കൊണ്ടുകളോ. എന്താ അവിടെ വെച്ചിരിക്കുന്ന പാത്രങ്ങളിൽ പലതും തുറന്നിട്ടില്ല. ഏത് നായയാണ് പാത്രങ്ങൾ തുറന്ന് അത് അടുക്കി വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക? സാധാരണ നായകൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടോ? അലിബായ് എന്ന സിനിമയിലെ ഈ രംഗത്തെക്കുറിച്ചായിരുന്നു. മോഹൻലാലിന്റെ കഥാപാത്രത്തിന് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത് കോഴിക്കോട്ടങ്ങാടിന്ന എന്നാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് കോഴിക്കോട്ടങ്ങാടിയിലുള്ളതാ എന്നാണ്. ലത്തീഫായിരുന്നു ഈ കാര്യം പഴയൊരു എപ്പിസോഡിൽ കമന്റ് ചെയ്തത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഈ കാര്യം പറഞ്ഞത് സച്ചിൻ, അശ്വിൻ എന്നിവരാണ്. നാസിൽ കമന്റ് ചെയ്ത പോലെ താൻ ഓടിക്കുന്ന വണ്ടിയുടെ ചില്ല് പൊട്ടിച്ചിട്ടും തംസപ്പ് കൊടുക്കുന്ന ഡ്രൈവർ എന്നതും ഒരു കൗതുകം തന്നെയാണ്. അതിനു മുമ്പ് കാണിച്ച രംഗങ്ങളിൽ ശ്രദ്ധിക്കാത്തതായ പല അബദ്ധങ്ങളും പലരും കമന്റ് ചെയ്തിട്ടുണ്ട്. ബസിന്റെ ഉള്ളിൽ നിന്ന് കാണുമ്പോൾ പേരെഴുതിയിരിക്കുന്നത് ഗ്ലാസിന്റെ മുകളിലാണ്, പക്ഷെ പുറത്തുനിന്ന് കാണിക്കുമ്പോൾ അത് ബസിന്റെ മുകളിലാണ് എന്ന് റാഹൻ കോ കമന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബസിന്റെ 2 പോർഷൻ ചില്ലുകളും പൊട്ടിയതായി പലർക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ അടുത്ത രംഗത്തിൽ അങ്ങനെയല്ല കാണിക്കുന്നത്. 2005 മോഹൻലാൽ ചിത്രമാണ് ചന്ദ്രോത്സവം. ഡ്യൂപ്പ് മറ്റൊരു സ്ഥലത്തേക്ക് ചാടുമ്പോൾ മോഹൻലാൽ വേറൊരു സ്ഥലത്തു നിന്നും എഴുന്നേറ്റ് വരുന്നത് വ്യക്തമായി കാണും. 97 മോഹൻലാൽ ചിത്രമാണ് വർണ്ണപ്പകിട്ട്. അത്രക്ക് തടിയുള്ള പച്ചയായ മരത്തിന്റെ കൊമ്പ് കൈകൊണ്ട് പറിച്ചെടുക്കുകയാണ് മോഹൻലാൽ. 1993 സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ചെങ്കോൽ. ഓടുന്നതിനിടയിൽ പെട്ടെന്ന് രാത്രി രാവിലെയായി മാറുന്നു. പിന്നീട് പെട്ടെന്ന് രാത്രി തന്നെ ആവുകയും വീണ്ടും രാവിലെ ആവുകയും ചെയ്യുന്നു. സമയം മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഡോക്ടർ ഗോപിയുടെ മുഴുവൻ പേരെന്താ? ഗോപിയാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ. കഴിഞ്ഞ എപ്പിസോഡിൽ ഈ സീനിനെ കുറിച്ചാണ് ചോദിച്ചത്. സാധാരണഗതിയിൽ മനുഷ്യന് ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ സിനിമയിലെ നടുമുടി വേണുവിന്റെ കഥാപാത്രത്തിന് ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയില്ല. കണ്ണു കാണാത്തവർക്ക് കേൾവി കൂടും, ചെവിയാക്കാത്തവർക്ക് കാഴ്ചശക്തി കൂടും. ഈശ്വരൻ കൊടുക്കുന്ന തന്റെ കൈ പിടിച്ചിരിക്കുന്ന മുകേഷാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. മറ്റൊരു കാര്യമാണ്, സിനിമയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എടാ, ആ കുരുടനും കുരുടിയും വിളഞ്ഞ വിത്തുകളാ. ഒരിക്കൽ തൊട്ടാലോ കേട്ടാലോ മതി, മേലോട്ട് കെട്ടിയെടുക്കുന്നവരെ മറക്കൂല. നീ ഒരു അക്ഷരം കണ്ടല്ലേ പറഞ്ഞോളൂ. ഇനി ആലും ആ മണപ്പുറത്ത് വെച്ച് നിന്റെ ശബ്ദം കേട്ടാലും കിളവന് മനസ്സിലാവും, അറിയോ? അങ്ങനെയാണെങ്കിൽ മുകേഷിന്റെ ശബ്ദം നടുമുടി വേണു ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? റീച്ചിങ് ടുമോറോ മോർണിംഗ്. നാളെ തന്നെ വരുന്നുണ്ട് രാവിലെ. സമാധാനമായി. പിന്നീട് അതേ ശബ്ദം തന്നെയാണല്ലോ ഡോക്ടർ വേണുവായും വരുന്നത്. പക്ഷെ അതെങ്ങനെ മറന്നുപോയി? സിനിമയിലെ ഈ ഗാനരംഗം ഒന്ന് ശ്രദ്ധിക്കൂ. ഒരു ബാഗല്ലേ തന്നെ നേരെ വരുന്നത് എന്ന് കരുതി നടുമുടി വേണു മാറിക്കളയുന്നത് വ്യക്തമായി കാണാം. ഇക്കാര്യങ്ങൾ കമന്റ് ചെയ്തത് പ്രദീപ്,
വൈഷ്ണവ്, ഗണേഷ് എന്നിവരാണ്. 2003 പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കിളിച്ചുണ്ടൻ മാമ്പഴം. ചിത്രത്തിന്റെ ഒരു ഗാനരംഗം ശ്രദ്ധിക്കാം. ആ ഗാനത്തിൽ കാണിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അറേബ്യയിലെ ഒരു രാജ്ഞിയെ രക്ഷിക്കുന്ന യോദ്ധാവിനെയാണ്. ആ യോദ്ധാവ് കുതിരപ്പുറത്ത് വരുന്ന രംഗം ഒന്ന് കണ്ടു നോക്കൂ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതുവഴി അതാ ഒരു വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് കാണാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പും അറേബ്യയിൽ വൈദ്യുതി ലൈനുകൾ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ. മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള സിനിമയാണ് 1990 വേണു നാഗവള്ളി സംവിധാനം ചെയ്ത ഏയ് ഓട്ടോ എന്ന ചിത്രം. വീട് എവിടെയാ? ഓ ഇത് മീനാക്ഷിയമ്മയുടെ യാത്രക്കിടെ ആ ഓട്ടോ മാറുകയും പിന്നീട് തിരിച്ച് പഴയ ഓട്ടോ ആവുകയും ചെയ്യുന്നുണ്ട്. ആദ്യം കാണിക്കുന്ന രംഗത്തിൽ 2 സൈഡും ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഓട്ടോ. അതായത് ഒരു ഇരുമ്പ് ബാർ വെച്ചുകൊണ്ട് ഒരു സൈഡ് അടച്ചിട്ടില്ല. പിന്നീട് പാദസരം കാണുന്ന സമയത്ത് അവിടെ ഒരു ഇരുമ്പ് ബാർ വരികയാണ്. പിന്നീട് തിരിച്ചു കൊണ്ടുപോകാൻ പോകുമ്പോൾ വീണ്ടും ആ ഇരുമ്പ് ബാർ പോവുകയും ചെയ്യുന്നുണ്ട്. സുന്ദരി എന്ന പേരിൽ സിനിമയിൽ പല ഓട്ടോയും ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒരേ നമ്പറും പേരും കൊടുത്തെങ്കിലും ഓട്ടോയുടെ പല ഭാഗങ്ങളും ഇടയ്ക്കിടെ മാറുന്നതായി സിനിമയിൽ മുഴുവനായും നമുക്ക് കാണാം. ഇതേപോലെ തന്നെ ഒരു രംഗം 1997 ചന്ദ്രലേഖ എന്ന സിനിമയിലുമുണ്ട്. ഹോസ്പിറ്റലിലേക്ക് കയറ്റി അയക്കുമ്പോൾ കാണുന്ന ഓട്ടോയല്ല ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കാണുന്നത്. ആദ്യം കാണിക്കുന്നത് 2 സൈഡും ഡോറുള്ള മോഡലാണ്. പക്ഷേ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ഓട്ടോ സാധാരണ ഓട്ടോയായി മാറുന്നു. 2001 രഞ്ജിത്ത് സംവിധാനം ചെയ്ത ചിത്രമാണ് രാവണപ്രഭു. ബൈക്ക് ഓടിച്ചു വരുന്നയാൾ ആകെ മാറുകയാണ്. മറ്റാരോ ആണ് വീഴുന്നത്. 2007 അൻവർ റഷീദ് ചെയ്ത മറ്റൊരു ചിത്രമാണ് ഛോട്ടാ മുംബൈ. കിട്ടിയ ആരെങ്കിലും കണ്ടാലല്ലേ കാശ് കൊടുക്കണ്ടേ? ഒറ്റ രംഗത്തിൽ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് ഒരു മാജിക്കിലൂടെ ജഗതി ശ്രീകുമാറിന് ബെൽറ്റ് വരികയാണ്. മലയാളത്തിലെ എക്കാലത്തെ മികച്ച സൈക്കോളജിക്കൽ ഹൊറർ ചിത്രമാണ് മണിച്ചിത്രത്താഴ്. 1993 ഫാസിലാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. പറഞ്ഞേക്ക് എത്രയും പെട്ടെന്ന് ഇവരെയൊക്കെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ. ഇങ്ങനെയുള്ളവരായി കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കുന്നത്. മാടമ്പള്ളി യക്ഷിയുണ്ട്, ചാത്തനുണ്ട്, മാടനുണ്ട്, ഭൂതമുണ്ട്. ഇവയെല്ലാം ചെയ്യുന്നത് ഗംഗയാണെന്നാണല്ലോ മോഹൻലാൽ അവസാനം പറഞ്ഞത്. ആ ഒരു ചെറിയ റൂമിനകത്ത് 4 പേരുണ്ട്. ഗംഗ കല്ലെറിഞ്ഞ് ആ ക്ലോക്ക് പൊട്ടിക്കുന്നത് ആരും കണ്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? ഇതേ കാര്യം തന്നെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ വീണ്ടും കാണിക്കുന്നുണ്ട്. ആ സമയത്ത് കാണിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. ഞാൻ ശ്രീദേവിയെ മുറിയിലിട്ട് പൂട്ടി. ആദ്യം പിടിച്ചുകൊണ്ടുപോയാൽ പിന്നീട് കൂടെ നടന്നു പോവുക മാത്രമാണ് ചെയ്യുന്നത്. അക്കാലത്ത് ഒരേ സമയം 2 ആംഗിളിൽ നിന്നും 2 ക്യാമറ ഉപയോഗിക്കാനുള്ള പരിമിതിയായിരിക്കും ഇതിന് കാരണം. ഇക്കാര്യം പറഞ്ഞത് രതീഷാണ്. സിറ്റി ലൈറ്റ് എന്ന ചാർലി ചാപ്ലിൻ ചിത്രത്തിന്റെ മലയാള ആവിഷ്കാരം 1986 പ്രിയദർശൻ എഴുതി അലപ്പി അഷ്റഫ് സംവിധാനം ചെയ്ത ചിത്രം നിന്നിഷ്ടം എന്നിഷ്ടം. ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗം ഒന്ന് കണ്ടു നോക്കൂ. നായിക പാടുന്ന സ്ഥലത്തേക്ക് മോഹൻലാൽ വരികയാണ്.
ഒരു ആക്ഷൻ സീക്വൻസിന് ശേഷം അദ്ദേഹം ഓഡിയൻസിനിടയിലേക്ക് വീഴുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകാം, അവിടെ എവിടെയും ഒരു കുത്തുകൊണ്ട പാട് നമുക്ക് കാണില്ല. കുത്തുകൊണ്ടൊരു മുഖഭാവം പോലും ഇല്ലാതെ വളരെ കൂളായി ഓഡിയൻസിനിടയിലൂടെ നടന്നു വരികയാണ്. സ്റ്റേജിൽ കയറി നായിക ആളെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ആ കുത്ത് കാണുന്നത്. അപ്പോഴാണ് ഓഡിയൻസ് എല്ലാവരും ആശ്ചര്യത്തോടെ എഴുന്നേൽക്കുന്നതും. മുമ്പ് ഓഡിയൻസിനിടയിൽ കൂടിയാണ് അദ്ദേഹം നടന്നു വന്നത്. ആ സമയത്ത് ഈ മുറിവ് കണ്ടിട്ട് ഓഡിയൻസിൽ ഒരാൾക്ക് പോലും ഒരു ഭാവവ്യത്യാസവുമില്ല. പിന്നീട് സ്റ്റേജിലെത്തിയ ശേഷം കാണുമ്പോഴാണെങ്കിൽ എല്ലാവരും ഞെട്ടി എഴുന്നേൽക്കുകയുമാണ്. 2003 പ്രിയദർശൻ മോഹൻലാൽ ചിത്രമായ കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ ജഗതി ശ്രീകുമാറിന്റെ ഇൻട്രോ സീനാണിത്. ഈ ഒരു രംഗത്തിൽ ജഗതി ശ്രീകുമാറിന്റെ തല മുകളിൽ ഇടിക്കുന്നുണ്ടെങ്കിലും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ആ രംഗം അഭിനയിച്ചു തീർന്നു. അത്തരത്തിൽ ലോജിക്കുള്ള ഒരു കഥയാണ് വിസ്മയത്തുമ്പത്ത് എന്ന സിനിമയും പറയുന്നത്. നയൻതാരയുടെ റീത്ത എന്ന കഥാപാത്രത്തെ മോഹൻലാലിന്റെ കഥാപാത്രത്തിന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സിനിമയിലെ ഏറ്റവും ക്രൂഷ്യലായ രംഗത്തിൽ ആ ഒരു ലോജിക് കളയുകയാണ് ചെയ്യുന്നത്. കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ വേറൊരു വഴിയില്ലാഞ്ഞിട്ടായിരിക്കാം അങ്ങനെ ചെയ്തത്. സിനിമകളിലെ ചില കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകളെ കുറിച്ചും എഡിറ്റിംഗ് മിസ്റ്റേക്കുകളെ കുറിച്ചുമാണ് നാം ഇനി സംസാരിക്കുന്നത്. സിനിമക്കകത്തെ കഥയാണ് ഉദയനാണ് താരമെന്ന സിനിമ പറയുന്നത്. ആ സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്തെ ഒരു രംഗമായിരുന്നു ഇത്. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഈ ഐഡിയ തോന്നിയത്. പിടിച്ചു വരേണ്ട സൈക്കിക്കാകുന്നത്. ഇതൊക്കെ അവനെ വെച്ച് എങ്ങനെ ഷൂട്ട് ചെയ്യും? എനിക്കറിയില്ലേ. പിന്നെങ്ങനെ? അതിന്റെ പ്ലാനൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അവനിവിടെ ഒരു പടം ചെയ്യാൻ വന്നിട്ടുണ്ട്. തുടർച്ചയായി പല ഡയലോഗുകളും പറഞ്ഞു പോകുന്ന ഒരു രംഗമാണിത്. പക്ഷേ പല ആംഗിളിൽ നിന്നുമാണ് ഷോട്ടുകൾ കാണിക്കുന്നത്. ഓരോ ആംഗിളിൽ നിന്ന് കാണിക്കുമ്പോഴും ഓരോ തരത്തിലാണ് താരങ്ങൾ നിൽക്കുന്നത്. ചിലതിൽ മുകേഷ് ഇരിക്കുന്നു, ചിലതിൽ മുകേഷ് നിൽക്കുന്നു, വീണ്ടും ഇരിക്കുന്നു, വീണ്ടും നിൽക്കുന്നു. അങ്ങനെയാണ് ഓരോ ഷോട്ടുകളും വരുന്നത്. 4 ആംഗിളിൽ നിന്നും ഷോട്ട് എടുക്കുമ്പോഴും താരങ്ങളെ ഒരേപോലെ നിർത്താൻ ശ്രദ്ധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത്. 2024 വാനോളം പ്രതീക്ഷകളുമായി വന്ന ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ ചിത്രമായിരുന്നു മലൈക്കോട്ട വാലിബൻ. തിയേറ്റർ കുലുക്കുന്ന മാസ് പടം എന്ന പരിവേഷത്തിൽ വന്ന ചിത്രം പക്ഷേ ഒരു മുത്തശ്ശി കഥയായി മാറി. വാലിബന്റെ കഥ കാലദേശ ഭാഷ അന്തരങ്ങളില്ലാത്ത സിനിമയാണ്. കഥ നടക്കുന്ന കാലഘട്ടം വ്യക്തമല്ല എന്നാണ് പറയുന്നത്. എന്നാൽ അത് പഴയ കാലഘട്ടമാണെന്ന് വ്യക്തമാണ്. അതും പോർച്ചുഗീസുകാർ വന്ന കാലം. കാരണം സിനിമയിൽ പോർച്ചുഗീസുകാരെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ആ സിനിമയിലെ ഈ സീനൊന്ന് കണ്ടു നോക്കൂ. ഈ ഒരു രംഗത്തിൽ വ്യക്തമായി ഒരു മൊബൈൽ ഫോൺ ടവർ പിന്നിൽ കാണാം. പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിൽ അത്തരത്തിലൊരു ടവർ എങ്ങനെ കോട്ടയ്ക്ക് പിന്നിൽ വന്നു? അതും ചിലപ്പോൾ ഒരു LJP ബ്രില്യൻസ് ആയിരിക്കാം. ആ സിനിമയിലെ വാലിബന്റെ ഇൻട്രോ സീനിലെ ഫൈറ്റ് രംഗത്തിൽ ഇങ്ങനെയൊന്ന് സംഭവിക്കുന്നത് കാണാം. ഈ രംഗത്തിൽ ഒരു കൈ വ്യക്തമായി കാണാം. ദൂരെ ഇരിക്കുന്ന വാലിബന്റെ കൈകളല്ല അത്. ഇത്ര ദൂരത്തേക്ക് ഒരിക്കലും തന്നെ കൈ എത്തിക്കാൻ കഴിയില്ല. എന്റെ കൈ നീളും. ആ തുണി വീശിയെറിയുന്ന ക്രൂ മെമ്പറുടെ കൈയായിരിക്കാം അത്. നിർണയം സിനിമയിലെ ചില രംഗങ്ങളെ കുറിച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ചത്. കൊടും ക്രൂരനായ വില്ലനായ ഡോക്ടർ അതിപ്രധാനമായ ഒരു ഡാറ്റ ആശുപത്രിയിലിരുന്ന് ചെക്ക് ചെയ്യുന്നത് പെയിന്റിൽ ചിത്രം വരച്ചുകൊണ്ടാണ്. ഡോക്ടർക്ക് MS പെയിന്റ് ഉപയോഗിച്ചുകൂടാ എന്നൊന്നുമില്ല, പക്ഷെ ഇതൊരു കൗതുകം മാത്രമാണ്. റോളക്സ് ആയിരുന്നു ഈ കാര്യം ആദ്യമായി കമന്റ് ചെയ്തത്. മലയാള സിനിമയിൽ സ്ഥിരമായി ചേസിനിടയിൽ കാണുന്ന ഒന്നാണ് കാർ പറക്കുന്നത്. ചെരിഞ്ഞ പ്രതലത്തിലൂടെ കാർ ഓടിച്ചു കയറ്റിയാൽ ഇത് സാധ്യമാണ്. പക്ഷേ മലയാള സിനിമയിൽ അങ്ങനെയല്ല. നിർണയത്തിലേതുപോലെ താഴേക്ക് പോകുന്ന കാർ പോലും മുകളിലേക്ക് പറക്കുന്നതായി കാണാം. അതൊരിക്കലും തന്നെ സാധ്യമല്ല. അത് ഫിസിക്സിനെതിരാണ്. ഹരി ഗോവിന്ദ്, റോബിൻ മാത്യു എന്നിവരായിരുന്നു ഇക്കാര്യം ആദ്യമായി കമന്റ് ചെയ്തത്. ഈ രംഗത്തിൽ ലാലു അലക്സിന്റെ ഡബ്ബിംഗിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് കമന്റ് ചെയ്തത് ശ്രാവണായിരുന്നു. 2009 ബ്ലസ്സി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് ഭ്രമരം. സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് ഇങ്ങനൊരു ചേസ് രംഗം കാണാം. ആ വിജനമായ സ്ഥലത്ത് അതിനു മുമ്പോ ശേഷമോ ഇല്ലാത്തൊരു വ്യക്തി ആ ഷോട്ടിൽ മാത്രം അവിടെ നിൽക്കുന്നതായി കാണാം. ക്രൂ മെമ്പറോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് കാണാൻ വന്നയാളോ അതിൽ പെട്ടുപോയതായിരിക്കാം. 2002 K. മധു സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് ചതുരംഗം. സിനിമയിൽ മോഹൻലാലിന്റെ ഇൻട്രോയിലെ ഒരു ഫൈറ്റ് രംഗമാണിത്.
മോഹൻലാലിന് വേണ്ടി ഉപയോഗിച്ച ഡ്യൂപ്പിന്റെ മുഖം വ്യക്തമായി നമുക്കവിടെ കാണാം. അതുപോലെ തന്നെ കെട്ടിത്തൂക്കിയ കയറും സിനിമയിൽ കാണാം. പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തുകൊണ്ട് മലയാളത്തിന്റെ അഭിമാനമായി മാറിയ ചിത്രമാണ് ദൃശ്യം. ആ സിനിമയിലെ ചില അബദ്ധങ്ങളെ കുറിച്ച് പണ്ട് നാം സംസാരിച്ചിരുന്നു. അതിൽ ഉൾപ്പെടുത്താത്ത ചില അബദ്ധങ്ങൾ വേറെയുമുണ്ട്. സിനിമയിൽ ഹോട്ടലിൽ കാണിക്കുന്ന ഒരു കണ്ണാടി ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു മഞ്ഞ മാരുതി കാറ് കിട്ടിയെന്ന്. സിനിമയുടെ ആദ്യ രംഗത്ത് ആന്റണി പെരുമ്പാവൂർ അവതരിപ്പിച്ച കഥാപാത്രം ഹോട്ടലിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. സിനിമയിലാണ് ജോലി. ക്യാമറാമാൻ നടന്നു പോകുന്നത് വ്യക്തമായി ആ കണ്ണാടിയിൽ നമുക്ക് കാണാം. സിനിമയുടെ അവസാന ഭാഗത്ത് ഷാജോൺ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ക്രൂരമായ ഒരു രംഗമുണ്ട്. കടുത്ത കറിയുമിളകും അനായാസം. ചെവിട്ടുമ്പോൾ മോഹൻലാലിന്റെ ഷർട്ടിൽ ചെളി പറ്റുന്നത് വ്യക്തമായി കാണാം. എന്നാൽ അടുത്തൊരു സീനിൽ തന്നെ അതില്ലാതാകുന്നു. ഇതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് മാത്രമാണ്. സിനിമയിലെ ഒരു പ്രധാന പ്രോപ്പർട്ടിയാണ് വരുൺ പ്രഭാകർ ഉപയോഗിക്കുന്ന ഫോൺ. ആ ഫോണും അതിലെടുക്കുന്ന വീഡിയോയുമാണ് ചിത്രത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കുന്നത്. സിനിമയിൽ അത് തല്ലി തകർക്കുന്ന ഒരു രംഗമുണ്ട്. സാംസങ്ങിന്റെ ഗാലക്സി മോഡലാണ് ആ ഫോണെന്ന് വ്യക്തമാണ്. ആ ഫോണിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിൽ മിനി സിമ്മോ മൈക്രോ സിമ്മോ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. അതായത് ആ ഫോണിൽ ചെറിയ സിമ്മ് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. ഫോൺ തകർത്ത ശേഷം അതിലെ സിം എടുക്കുന്ന ജോർജ് കുട്ടിയുടെ രംഗമുണ്ട്. എന്നാൽ അവിടെ വരുണിന്റെ സിമ്മായി കാണിക്കുന്നത് വലിയ സിമ്മ് തന്നെയാണ്. ആ രംഗം ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ച സിമ്മ് മാറിപ്പോയതായിരിക്കാം. ആ ഭാഗത്ത് എവിടെയും മൊബൈൽ ടവറിന് റേഞ്ച് ഇല്ല എന്ന് പറയുന്നുണ്ട്. അവിടെ ഇവിടെ റേഞ്ച് ഇല്ല, പിന്നെന്തിനാ? അതിനുശേഷമുള്ള ഒരു രംഗത്തിൽ ആ വീട്ടിൽ വെച്ച് തന്നെ ഒരു പോലീസുകാരൻ മൊബൈൽ ഫോണിൽ കോൾ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ കഥയിൽ ആദ്യം എഴുതിയ കാര്യം പിന്നീട് മറന്നുപോയതായിരിക്കാം. അടുത്തത് സ്ഫടികത്തിലെ ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്കിനെ കുറിച്ചാണ് പറയുന്നത്. ആട് തോമ കോടതിയിൽ തന്റെ കേസ് വിളിക്കാനായി കാത്തിരിക്കുന്ന ചില രംഗങ്ങളുണ്ട്. അതെ സാറേ. ഈ രംഗത്തിലെല്ലാം തന്നെ മോഹൻലാൽ ധരിച്ചിരിക്കുന്നത് സാധാരണ ചെരുപ്പാണ്. എന്നാൽ പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെയാണ്. ആ ചെരുപ്പിന്റെ സ്ഥാനത്ത് അത് ഷൂ ആയി മാറിയിരിക്കുന്നു. എവിടെയും പോകാതെ കാത്തിരിക്കുന്ന മോഹൻലാലിന് ആരായിരിക്കും ഷൂ വന്നു കൊണ്ടുകൊടുത്തത്? 2000-ലാണ് സിബി മലയിൽ മോഹൻലാൽ ചിത്രമായ ദേവദൂതൻ റിലീസാകുന്നത്. വർഷങ്ങൾക്ക് ശേഷം മാറ്റ്നി നൗ ചിത്രത്തിന്റെ 4K വേർഷൻ ആമസോണിൽ സ്ട്രീം ചെയ്തിരുന്നു. നിഖിൽ മഹേശ്വറിന്റെ കൊലപാതകത്തിന് മറ്റൊരാൾ കൂടി സാക്ഷിയായിരുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ അയാൾ ദൂരെ നിന്നും നോക്കി നിൽക്കുന്നതായി കാണാം. സിനിമയിലെ ആ രംഗത്തുള്ള നായ്ക്കളെ ട്രെയിൻ ചെയ്യാൻ വന്നയാൾ ആ ഫ്രെയിമിൽ പെട്ടുപോയതാണ്. പുതിയ വേർഷനിൽ VFX-ലൂടെ അയാളെ മായ്ച്ചു കളഞ്ഞിട്ടുമുണ്ട്. ഈ രംഗത്തിൽ സൈഡിലായി ഒരു റിഫ്ലക്ടർ വെച്ചിരിക്കുന്നത് വ്യക്തമായി കാണാവുന്നതാണ്. ഷൂട്ടിംഗ് എക്യുപ്മെന്റ്സിന്റെ വയറുകൾ അവിടെ ഇവിടെയായി കിടക്കുന്നതും ഈ രംഗത്ത് കാണാം. ഇവയെല്ലാം തന്നെ പുതിയ വേർഷനിൽ VFX-ലൂടെ മായ്ച്ചു കളഞ്ഞിട്ടുമുണ്ട്. പുതിയ വേർഷനിൽ വയറുകളില്ലാതെ ആ രംഗം ഇങ്ങനെ കാണാവുന്നതാണ്. ഡമ്മിയെ കുറിച്ച് നമ്മൾ ഒരുപാട് മൂവി മിസ്റ്റേക്ക് എപ്പിസോഡുകളിൽ സംസാരിച്ചിട്ടുണ്ട്. മനുഷ്യനെ ഉപയോഗിക്കാൻ കഴിയാത്ത റിസ്കി രംഗങ്ങൾക്ക് വേണ്ടിയായിരുന്നു പണ്ട് സിനിമകളിൽ ഡമ്മി ഉപയോഗിച്ചിരുന്നത്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ വരവോടുകൂടി സിനിമകളിൽ ഡമ്മികൾ ഉപയോഗിക്കുന്നതും കുറഞ്ഞു വന്നു. പ്രജയിൽ ഡമ്മി പൊട്ടിത്തെറിക്കുന്നത്, മണിച്ചിത്രത്താഴിൽ നകുലന് പകരം ഡമ്മി ഉപയോഗിച്ച് നാഗവല്ലിയെ പറ്റിക്കുന്നതും, സുരേഷ് ഗോപിക്ക് പകരം ഡമ്മി ഉപയോഗിച്ച് പ്രേക്ഷകരെ പറ്റിക്കുന്നതും, ചതിക്കാത്ത ചന്തുവിലെ നവ്യ നായർ ഡമ്മിയെ കുറിച്ചുമെല്ലാം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഡമ്മി ഞങ്ങൾ മുകളിൽ നിന്ന് താഴേക്കിടും. ഡമ്മിക്ക് പകരം മനുഷ്യനെ ഉപയോഗിക്കണമെന്നല്ല, സിനിമയിൽ ഡമ്മി ഉപയോഗിക്കുമ്പോൾ ഡമ്മിയാണ് അവിടെ ഉപയോഗിച്ചതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകരുത്. 1986-ൽ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് രാജാവിന്റെ മകൻ. ആ സിനിമയിൽ 2 ഡമ്മികളെയാണ് ഒരുമിച്ച് ഉപയോഗിച്ചത്. ഡമ്മി ഒന്ന് പോരാ, 2 ആയിക്കോട്ടെ. ഒന്ന് ചത്തയാൾ, മറ്റത് കൊന്നയാൾ. ലോറിക്ക് മുമ്പിൽ 2 ഡമ്മികളെ കുത്തി നിർത്തിയിരിക്കുകയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. സ്ഫടികം സിനിമയിലെ ക്ലൈമാക്സിലെ ഈ ഡമ്മി പോലെ ഉപയോഗിച്ചത് ഡമ്മിയാണെന്ന് പ്രേക്ഷകന് പെട്ടെന്ന് മനസ്സിലാകരുത്. എന്നാൽ ആ സിനിമയിലെ ക്ലൈമാക്സ് ഫൈറ്റിലെ ഈ ഒരു രംഗം ശ്രദ്ധിക്കുക. മോഹൻലാലിന് പകരം ഒരു ഡ്യൂപ്പാണ് വണ്ടി ഓടിക്കുന്നത്. പക്ഷെ പ്രേക്ഷകന് അത് വ്യക്തമായി മനസ്സിലാകരുത്. അതുകൊണ്ട് ഒറ്റ നിമിഷത്തേക്ക് ഡ്രൈവിംഗ് സീറ്റിന്റെ സൈഡ് ഒന്ന് മാറ്റി. മറ്റു രാജ്യങ്ങളിലേതുപോലെ ജീപ്പ് റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആക്കി മാറ്റി. പക്ഷെ അടുത്ത ഷോട്ടിൽ തന്നെ അത് സാധാരണഗതിയിലേക്ക് മാറുകയും ചെയ്തു. പക്ഷേ ആ ഒരു ഷോട്ടിൽ മോഹൻലാലിന് പകരം അഭിനയിച്ച ഡ്യൂപ്പിന്റെ മുഖം വ്യക്തമായി കാണാവുന്നതാണ്.
ഇതുപോലെയുള്ള അബദ്ധങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.